എല്ലാവർക്കും നമസ്കാരം. ജാംബവാൻ. ജാംബവാൻ സീതാന്വേഷണ സമയത്ത് വാനരന്മാരുടെ കൂടെയുള്ള ഒരു വാനരനാണ്. കരടിയാണെന്നും ചിലർ പറയുന്നുണ്ട്, കരടിയാണെന്നും. എന്തായാലും വാനരന്മാരുടെ കൂടെയാണ് സീതാന്വേഷണ സമയത്ത് ജാംബവാൻ പോകുന്നത്. ഈ ജാംബവാൻ ഉണ്ടായതിന് ഐതിഹ്യം പറയുന്നത് ബ്രഹ്മാവ് കോട്ടുവായിട്ടപ്പോൾ ഉണ്ടായതായെന്നും പറയുന്നുണ്ട്. അതല്ല, ബ്രഹ്മാവിൻ്റെ വിയർപ്പ് തുള്ളികളിൽ നിന്നാണ് ഉണ്ടായതെന്നും പറയുന്നുണ്ട്. പിന്നെ ഈ വൃദ്ധനായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭൂമിയെ ഭ്രമണം ചെയ്തപ്പോൾ മഹാമേരു പർവ്വതത്തിനെ ചവിട്ടാൻ ഇടവന്നു. അതിനാൽ ആ പർവ്വതം ശപിച്ചാണ് വൃദ്ധനാക്കിയതത്രേ. അങ്ങനെയും ഒരു ഐതിഹ്യമുണ്ട്. പിന്നെ ഈ സമുദ്രലംഘന സമയത്ത് വാനരന്മാർക്ക് ആർക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി വരാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ ശക്തിമാനായ ഹനുമാനെ തൻ്റെ പൂർവ്വകഥകളൊക്കെ പറഞ്ഞ് ആത്മവീര്യം ഉയർത്തി സമുദ്രം ചാടിക്കടന്ന് സീതാദേവിയെ കണ്ടുവരാനുള്ള ഊർജം കൊടുത്തതും ഈ ജാംബവാനാണ്. പിന്നെ ദ്വാപരയുഗത്തിലും ജാംബവാനുണ്ട്. അസമന്തകമണി പ്രസേനൻ്റെ ഇന്ന് കൃഷ്ണനാണ് എടുത്തതെന്നും പറഞ്ഞ് ഒരു കിംവദന്തി ഉണ്ടായിരുന്നു. അപ്പോൾ വനത്തിൽ പോയ പ്രസേനനെ ഒരു സിംഹം കൊല്ലുകയും ഇത് കണ്ട ജാംബവാൻ ആ സിംഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ സെമന്തകമണി വാങ്ങി തൻ്റെ മകൾക്ക് കളിക്കാൻ കൊടുക്കുകയും ചെയ്തു. പ്രസേനനെ അന്വേഷിച്ച് വനത്തിൽ ചെന്ന ശ്രീകൃഷ്ണന് ഈ സെമന്തകമണിയോടൊപ്പം ജാംബവാൻ തൻ്റെ മകളായ ജാമ്പതിയെയും കൊടുത്തു. അങ്ങനെയും ഒരു കഥയുണ്ട്. എല്ലാവർക്കും നമസ്കാരം.